നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് മേഖലയിലെ എണ്ണക്കിണറുകളും റിഫൈനറികളും ആക്രമിക്കുമെന്നും അവ കത്തിച്ച് ചാമ്പലാക്കുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഈ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ്. ഇറാനെ ശക്തമായ രീതിയിൽ ആക്രമിക്കുമെന്നും ഇറാൻ എത്രയും വേഗം സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്തുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ ദിവസത്തെ ഒരു ഇടവേള ആക്രമണത്തിന് വന്നിട്ടുണ്ട്. 13 ദിവസത്തെ നിരന്തരമായ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. അതിശക്തമായ ആക്രമണം ഏതു നിമിഷവും നടക്കാമെന്നാണ് അമേരിക്കയും ട്രംപും അതുപോലെ തന്നെ സൈന്യവും എല്ലാം അറിയിക്കുന്നത്. ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ട്രംപ് കുറേ കാലമായി പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഘട്ടം ഘട്ടമായ ആക്രമണങ്ങൾ മാത്രമാണ് നടത്തുന്നത്. കരയുദ്ധത്തിനായി ഒരുങ്ങാൻ വേണ്ടി ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ അമേരിക്ക ഇല്ലാതാക്കുകയാണ് കുറേശ്ശെ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. പക്ഷേ അമേരിക്ക അതിൻ്റെ സൈനിക ലക്ഷ്യം കാണാതെ ഇറാനിൽ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ഉരുളയ്ക്ക് ഉപ്പേരി കടക്കെ ഇറാൻ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ, അതായത് ഇറാന്റെ റിഫൈനറികളെയും ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും ആക്രമിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾക്കും എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിടാൻ അറിയാം എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുമെന്ന അതീവ ഗുരുതരമായ പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ പ്രസ്താവനയല്ല. കാരണം ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ ഊർജ്ജ കേന്ദ്രമാണ്. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണയും അതുപോലെ തന്നെ LPGയും എല്ലാം ഒഴുകുന്നത് ഇവിടെ നിന്നാണ്, ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നാണ്. അതേ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം നടത്തുമെന്നും ഇറാൻ പറഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയ ഭീഷണിയാണ്. ലോകരാജ്യങ്ങൾക്കെല്ലാം അതൊരു വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ഈ പ്രസ്താവനയെ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ലക്ഷ്യം വയ്ക്കും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് പറയുന്നതിനു പിന്നിൽ ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രം കൂടിയുണ്ട്. അതായത് നിങ്ങൾ പറയുന്നത് ട്രംപ് കേൾക്കുമെങ്കിൽ നിങ്ങൾ ട്രംപിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എണ്ണപ്പാടങ്ങളെല്ലാം ഞങ്ങൾ ആക്രമിക്കും എന്ന് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുകൂടി ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം നിർത്തിവെപ്പിക്കാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച പശ്ചിമേഷ്യൻ സംഘർഷം പല ഘട്ടങ്ങളായി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ പലതവണ വെടിനിർത്തലുകൾ ഉണ്ടായി. ഈ വെടിനിർത്തലുകൾ മിക്കവാറും ഏകപക്ഷീയമായി അമേരിക്ക പ്രഖ്യാപിച്ചതാണ്. വെടിനിർത്തലിന് ശേഷം വീണ്ടും ഏകപക്ഷീയമായി ആക്രമണം ആരംഭിക്കുന്നതും അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്ക് സൈനിക വിന്യാസം നടത്താനും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും ഒക്കെയുള്ള ഒരു ഇടവേളയാണ് ഈ വെടിനിർത്തൽ എന്നാണ് ഇറാന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി യാതൊരു വെടിനിർത്തലിനും തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇറാൻ ഒരു കാരണവശാലും പുതിയ ആക്രമണങ്ങൾക്ക് മെനക്കെടുന്നില്ല. പക്ഷേ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി 1-2 ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിൽ നടത്തിക്കൊണ്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. അതായത് ഇറാന്റെ ഒരു തിരിച്ചടിയുടെ പാറ്റേൺ ആദ്യഘട്ടം മുതൽ അതുതന്നെയായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ വലിയ ജനക്കൂട്ടത്തെ എവിടെ വേണമെങ്കിലും ആക്രമിക്കാമെന്ന് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ വിട്ട് ഇപ്പോൾ റിഫൈനറികളിലേക്കും എണ്ണപ്പാടങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം വച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനെ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ വലിയ പാടുപെടേണ്ടി വരും. പ്രതിരോധിക്കാനുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് വലിയ ക്ഷാമമുണ്ട് എന്ന് നേരത്തെ അമേരിക്കയിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ പക്കലുണ്ടായ ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ ഏതാണ്ട് 80% വിക്ഷേപിച്ചു കഴിഞ്ഞതായും ഉപയോഗിച്ചു കഴിഞ്ഞതായും, എന്നാൽ ഇപ്പോൾ ആയുധങ്ങളുടെ, മിസൈലുകളടക്കമുള്ള ആയുധങ്ങളുടെ വൻ
ആവശ്യമുണ്ടെന്നും അത്തരം ആവശ്യങ്ങൾ ഉടൻ നിറവേറ്റണമെന്നുമൊക്കെയാണ് അമേരിക്കയിൽ ചർച്ച നടക്കുന്നത്. എന്തായാലും ആയുധങ്ങൾക്ക് ക്ഷാമമുള്ളതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഈ പറയുന്ന ഇറാന്റെ മിസൈലുകളെ തടുക്കാനായി ഗൾഫ് രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അതിവേഗം വാങ്ങിക്കൂട്ടാനുള്ള തീരുമാനവും അമേരിക്കൻ ഭരണകൂടം എടുക്കുന്നുണ്ട്. എന്തായാലും സംഘർഷം കനക്കുകയാണ്. അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് തന്നെ ഇറാൻ നൽകുന്നുണ്ട്. അതോടൊപ്പം ഇറാനിൽ നിന്നും പുതിയ വാർത്ത വരുന്നത് ഇറാൻ ഭരണകൂടം 2 തട്ടിലാണ് ഇപ്പോൾ എന്നുള്ളതാണ്. 2 തട്ടിലായതുകൊണ്ട് തന്നെ ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നില്ല. ചർച്ചകളെ വഴിതടയുന്നുണ്ട്, വഴിമുടക്കുന്നുണ്ട് ഈ ഒരു നിലപാട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇറാന്റെ ഭരണകൂടത്തിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും യുദ്ധം തുടരണമെന്നും പറയുന്ന 2 വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി നടത്തുന്ന ചർച്ചകൾ അത് ഫലപ്രദമാകുന്നില്ല എന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇറാനുമായി ചർച്ച നടത്താമായിരുന്നു, പക്ഷേ അങ്ങനെ നടത്തുന്നതിന് ഇപ്പോൾ ചില പ്രാഥമിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർ അവിടെ 2ആയി മാറി നിൽക്കുകയാണ്. ആക്രമണത്തെ അനുകൂലിക്കുന്നവരും ആക്രമണത്തെ എതിർക്കുന്നവരും എന്ന് 2ആയി മാറി നിൽക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായാൽ സമാധാന ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അതുവരെ അതിശക്തമായ ആക്രമണം ഇറാനു മേൽ ഉണ്ടാകുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു.